Chilli chicken, restaurant style. Hi viewers, ഇന്ന് നമുക്കൊരു ഇൻഡോ ചൈനീസ് സ്പെഷ്യൽ ആയാലോ. ഇന്നുണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ. നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസസ് നല്ലൊരു സോസിൽ ക്യാപ്സിക്കവും സവാള ഒക്കെ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ തന്നെ ചില്ലി ചിക്കൻ. അപ്പോൾ ഇതിനു വേണ്ടി 350 ഗ്രാംസ് 350 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ബൈറ്റ് സൈസ് പീസസ് ആക്കിയിട്ട് മുറിച്ചതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ബോണുള്ള ചിക്കൻ പീസസ് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റും. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോന് വേണ്ടി ചില്ലി ചിക്കൻ ബോൺലെസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ബോണുള്ളതിനാണ് കൂടുതൽ ടേസ്റ്റും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ഉണ്ടാക്കാം. ബോൺ കൂട്ടിയിട്ടുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 450 ഗ്രാംസ് വേണം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത പീസസിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് ഫ്രഷ് ആയിട്ട്, ഒരേ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ കൂടി ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ 15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിമ്പിളായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത വെളുത്തുള്ളി, നന്നായി കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി മാത്രമാണ്, ഇഞ്ചിയില്ലേ. ഇപ്പോൾ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഒട്ടും കട്ടകളില്ലാണ്ട് ലംപ്സ് ഒട്ടും ഉണ്ടാവരുത്. നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് 1 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്. 2 തരത്തിലുള്ള സോയ സോസ് കിട്ടും, ലൈറ്റ് സോയ സോസും ഡാർക്ക് സോയ സോസും. ഇതിൽ ലൈറ്റ് സോയ സോസാണ് യൂസ് ചെയ്യുന്നത്, അതിനാണ് ഉപ്പ് കൂടുതലും ഈ വെള്ളം പോലെ ഇരിക്കുന്നത്. ഡാർക്ക് സോയ സോസിന് കട്ടി കൂടുതലും ഒരു ചെറിയ മധുരവും കാണും. അപ്പോൾ നാട്ടിൽ കൂടുതലും ഒരു ടൈപ്പ് കാണാറുള്ളൂ, അത് യൂസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അടുത്തതായിട്ട് ചേർക്കുന്നത് റെഡ് ചില്ലി പേസ്റ്റ്. ഇത് വറ്റൽ മുളക്, ഉണക്കമുളക് തിളപ്പിച്ച് അത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്ന പേസ്റ്റാണ്, ഉണക്കമുളകിൻ്റെ പേസ്റ്റ്. അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇനി ഈ ബാറ്ററിയിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോസിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 സവാള വേണം. അപ്പോൾ സവാള ചില്ലി ചിക്കന് അരിയുമ്പോൾ അത് സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിയുന്നത്. ഇതുപോലെ പകുതിയാക്കാം. പിന്നെ സവാളയുടെ ഞെട്ടിയും ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും മാറ്റിയിട്ട് വേണം സ്ലൈസ് ചെയ്യാൻ. അപ്പോൾ നടുക്ക് കൂടി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ 3 സെക്ഷനായിട്ട് അരിയാം. അപ്പോൾ ചെറിയ ചെറിയ സ്ക്വയർ പീസ് പോലത്തെ പീസസ് കിട്ടും. അത് എന്നിട്ട് ഒന്ന് വിടിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മിക്ക ചൈനീസ് ഡിഷസിന് സവാള അരിയുന്നത്. അപ്പോൾ 1 സവാള, അതുപോലെ 1 ഗ്രീൻ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ശരിക്കും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പച്ചമുളകിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ പച്ചമുളകിന് ഒരുപാട് എരിവില്ല, പക്ഷെ നല്ലൊരു മണമാണ്.
അപ്പോൾ അതാണ് ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ബാറ്ററി കിടന്ന് ഒന്നും കൂടി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. എന്നിട്ട് പീസസ് ഓരോന്നോരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇടണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടാവണം, പക്ഷെ ഒരുപാട് ചൂടായിട്ടുണ്ടാവരുത്. എണ്ണ ചൂടായില്ലെങ്കിൽ എണ്ണ കുടിക്കും ഫ്രൈ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാം. പിന്നെ ഓരോ പീസ് ചിക്കൻ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് വേണം ഇടാൻ. ഒരുമിച്ച് 2-3 പീസായിട്ട് ഇടരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല കോട്ടിങ് കിട്ടില്ല. ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചിക്കൻ എക്സ്പോസ്ഡ് ആവും. അത് ഓരോ പീസിന് നല്ല ഭംഗിയുള്ള കോട്ടിങ് കിട്ടണം. അതിൻ്റെ സോഫ്റ്റ്നെസ്സും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഓരോ പീസായിട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടണം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ കുറച്ച് നേരം അത് ഇണക്കണ്ട. ആ കോട്ടിങ് ഒന്ന് സെറ്റായി വരണം, അല്ലെങ്കിൽ ആ കോട്ടിങ് മുഴുവൻ പൊട്ടിപ്പോവും. ഒരു 30 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ടോങ്സ് വെച്ചിട്ട് പതുക്കനെ ഇങ്ങനെ ഒന്ന് ഇണക്കി കൊടുക്കാം. അത് ഓരോ പീസ് തമ്മിൽ ഒട്ടി പിടിച്ചത് വിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ഫ്രൈഡ് ചെറിയ പീസസ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് നീക്കി കൊടുക്കാം, ഒന്ന് തിരിച്ചും മറിച്ചും കൊടുക്കാം വേണമെങ്കിൽ. എന്നിട്ട് 2-3 മിനിറ്റ് മതി. ഈ ചിക്കൻ കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട, പെട്ടെന്ന് അത് വേവും അതിൻ്റെ ഉള്ളിൽ. 2-3 മിനിറ്റ് മാക്സിമം മതി, അല്ലെങ്കിൽ ഹാർഡായി പോവും. ചില്ലി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ആ സോഫ്റ്റ്നെസ് കിട്ടൂല കൂടുതൽ നേരം കുക്ക് ചെയ്താൽ. അപ്പോൾ ഇവിടെ പീസസൊക്കെ നല്ല ഫ്രൈ ആയി കണ്ടില്ല, നല്ല ഭംഗിയുള്ള കോട്ടിങ്, ഒട്ടും പൊട്ടാതെ നല്ല കോട്ടിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്, ചില്ലി ചിക്കൻ്റെ സോസ്. ഇതിന് നമ്മൾ കുറച്ച് ബോട്ടിൽ സോസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിലത്തെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് വേണ്ടി ടൊമാറ്റോ കെച്ചപ്പ് വേണം, ഏതെങ്കിലും ഒരു ബ്രാൻഡ്. ടൊമാറ്റോ സോസാണ് അത് ബോട്ടിലിൽ വരുന്നത്, പല ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ ആവശ്യമുള്ളത് റെഡ് ചില്ലി സോസ്. ഈ 2 സോസസും കൂടി ചേർന്ന് വരുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നേരത്തെ ചേർത്തതുപോലെ തന്നെ ലൈറ്റ് സോയ സോസ്. അപ്പോൾ ഈ 3 സോസസും വിനെഗറും ചേർത്തിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നന്നായി കുത്തിയരിഞ്ഞ ഗാർലിക്. അപ്പോൾ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം, എണ്ണ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഗാർലിക് പെട്ടെന്ന് ബ്രൗൺ ആയി പോവും. അതുകൊണ്ട് എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് ഗാർലിക് ഇടണം. ഗാർലിക്കാണ് ആദ്യം ഇടണത്, അത് ആ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഗാർലിക് ഇട്ടിട്ട് എനിക്ക് 1 സെക്കൻഡ് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഒന്ന് കളറ് മാറി തുടങ്ങി. അപ്പോൾ വേഗം തന്നെ സവാളയും ക്യാപ്സിക്കമും ഇട്ട് കൊടുത്ത് അതിന് ശേഷം, അപ്പോൾ ഗാർലിക് ഒരു ചെറിയ ഗോൾഡൻ കളർ ആവാൻ പാടുള്ളൂ, ബ്രൗണായി ഡാർക്കായി പോകരുത്, അല്ലെങ്കിൽ ഒരുപാട് ഡാർക്കായി ടേസ്റ്റും മാറിപ്പോകും. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതൊരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹീറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പാൻ അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, അതാണ് ചേർക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആ റിമൈനിങ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ കെച്ചപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് 4ാമത്തെ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ വിനെഗർ വേണം 1 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജിലൊന്ന് ടേസ്റ്റ് നോക്കിയേക്ക്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. അപ്പോൾ ഫ്ലെയിം പിന്നെയും ഓണാക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരും. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയതിനൊക്കെ ശേഷം കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചും കൂടി സോയ സോസ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സോയ സോസ് അനുസരിച്ചിരിക്കും. പിന്നെ ഉപ്പ് കൂടി പോകാണ്ടും ശ്രദ്ധിക്കണം. ലൈറ്റ് സോയ സോസ് ഉപ്പുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോസ്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്.
നന്നായിട്ട് ടോസ് ചെയ്തൊരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ആ സോസ് ഈ ഫ്രൈ ചെയ്ത പീസസിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചില്ലി ചിക്കൻ ഇങ്ങനെ നല്ല മോയിസ്റ്റായിട്ട് ആണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആ 2 മിനിറ്റും കൂടി കുക്കാകുമ്പോൾ ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത്രയും സിമ്പിളാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ട, ഭട്ടൂര പലതിനായിട്ടും നന്നായിട്ട് ചേരും. ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കണം. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കോണും പ്രസ് ചെയ്യണം. ഓൾ നോട്ടിഫിക്കേഷൻസും ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.